ഡിയർ ഫ്രണ്ട്സ്, പെറ്റ്ലാൻഡ് ലീഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഫിനലോപ്സിസ് മദർ പ്ലാന്റിൽ നിന്നും ഒരു കിക്കി രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ഏത് സമയത്താണ് അത് ഇളക്കി പോട്ട് ചെയ്യുന്നത്, അതിനെ ഈ പ്ലാന്റിൽ നിന്നും ഇളക്കി പോട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു ചെറിയ ചെടി നട്ട് വളർന്ന് ഇലകളൊക്കെ ആയി അവസാനം അത് മനോഹരമായ ഒരു പൂവായിട്ട് മാറുമ്പോൾ സത്യത്തിൽ അത് വളർച്ചയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ ഒരു പ്രതീകമായി മാറുകയാണ്. നമുക്ക് ഇതിനെ ഈ മദർ പ്ലാന്റിൽ നിന്നും ആദ്യം കട്ട് ചെയ്യാം. അതിനു മുമ്പ് ഫിനലോപ്സിസിന്റെ പൂക്കൾ പൊഴിഞ്ഞു പോയതിന് ശേഷം സാധാരണ ഇങ്ങനെ കിക്കീസ് ഉണ്ടാകാറുണ്ട്. ഇതിനകത്ത് ഒരു കിക്കി വന്നിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് ആ റൂട്ട്സ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ആ ഒരു സമയം നല്ലതുപോലെ ഇതുപോലെ റൂട്ടൊക്കെ ആകുന്നത് വരെ അതിനെ നിർത്തണം. അല്ലാതെ ചെറിയ ലീഫൊക്കെ വന്നു കഴിയുമ്പോഴേ നമ്മൾ ഒരിക്കലും അതിനെ മദർ പ്ലാന്റിൽ നിന്നും വേർപെടുത്തരുത്. നമുക്കിപ്പം ഈ ചെറിയ പ്ലാന്റിനെ, ബേബി പ്ലാന്റിനെ മദർ പ്ലാന്റിൽ നിന്നും വേർപെടുത്താനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുമ്പോൾ ഞാനിത് കുറച്ച് ആ സ്റ്റെമ്മ് വെച്ച് കട്ട് ചെയ്യുകയാണ്. അതെന്തിനാണെന്നുള്ളത് പറഞ്ഞുതരാം. കട്ട് ചെയ്തതിന് ശേഷം മദർ പ്ലാന്റിന്റെ ആ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മളൊരു ഫംഗിസൈഡൊക്കെ ഒന്ന് തേച്ച് അതങ്ങ് മാറ്റി ഈ ബേബി പ്ലാന്റ് കുറച്ച് സമയം ഇവിടെ ഒരു ഫംഗിസൈഡ് ഞാൻ വെച്ചിട്ടുണ്ട്, കലക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തൊന്ന് ഞാൻ ബേബി പ്ലാന്റിനെ ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് എപ്പോഴും ഫിനലോപ്സിസ് ഓർക്കിഡ് ഞാൻ പല പോട്ടുകളിൽ വളർത്തിയിട്ടുണ്ട്. ഈ കളിമൺ പോട്ടിൽ വളർത്തുമ്പോഴാണ് ഫിനലോപ്സിസിന് അതിൻ്റെതായ ഒരു വളർച്ച വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് റെഡിയാക്കാം. അപ്പൊ നമ്മൾ ആ ഫംഗിസൈഡിൽ ഇട്ടിരുന്ന കിക്കി എടുത്തു. അതിൻ്റെ വേര് വലിയ കുഴപ്പമൊന്നും വരാത്ത രീതിയിൽ നമ്മൾ കമ്പ് നേരത്തെ നീളത്തിലല്ലേ വെച്ചിരുന്നത്, അത് അതിനകത്തെ ചെടിച്ചട്ടിക്കകത്തെ ഒരു ദോരത്തിനകത്തോട്ട് ഇറക്കി. അപ്പൊ അതിനകത്ത് ഒരു പിടുത്തം കിട്ടും. കണ്ടോ? കണ്ടോ? ചെടിച്ചട്ടിക്കകത്തങ്ങ് ഇറക്കി വെച്ചു. അപ്പൊ അതിന് കൂടുതലുള്ളതിനെ നമുക്ക് വെട്ടിക്കളയാം. കുറച്ച് ഇങ്ങനെ ചരിച്ചു വെച്ചു. കരിയും, കുറച്ച് കരി. ഫിനലോപ്സിസ് എപ്പോഴും ചരിച്ച് വേണം നടാൻ, എങ്കിലേ അതിൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുകയുള്ളൂ. മുകളിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോവും. കണ്ടോ? ഇനി ഇത് ഇവിടെ ഇരുന്നുള്ളൂ, യാതൊരു അനക്കോ ഒന്നുമില്ല. ഇതിങ്ങനെ നമ്മൾ ഹാങ് ചെയ്തിട്ടാൽ മതി. കണ്ടോ? ഇതിൻ്റെ ആ മോൾ ഭാഗത്ത് വരുന്ന വെള്ളം ഒലിച്ചങ്ങ് പോവും ഇങ്ങനെ ചരിഞ്ഞിരുന്നാൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയെങ്കിൽ ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക.